ഹായ് ഗായ്സ്, എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ നീയാണ്. അവൾ ഓഫീസിലെത്തുമ്പോൾ അവളുടെ ടേബിളിൽ ഒരുപാട് ഫുഡ് ഉണ്ടാവും. എല്ലാം റെഡ് ബീൻസ് വെച്ചിട്ട് ചെയ്തതായിരിക്കും. അപ്പോൾ അവളുടെ ഫ്രണ്ടാണെങ്കിൽ ഇത് നോക്കിയിട്ട് ഇതെന്താ എല്ലാം റെഡ് ബീനാണല്ലോ, നിൻ്റെ ബോയ് ഫ്രണ്ടിന് റെഡ് ബീനിൽ എന്തെങ്കിലും ഒബ്സഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. നീ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടോയെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് നേരെ ലിന്നിൻ്റെ ഓഫീസിലേക്ക് പോവും. നമുക്ക് ആൻറ്റിയെ കാണാൻ പോണ്ടേ, എപ്പോഴാണ് പോവുകയെന്ന് ചോദിച്ചിട്ടായിരിക്കും അവൾ ചെല്ലുണ്ടാവുക. രണ്ടുപേരും മുഖത്ത് നല്ല ചിരിയായിരിക്കും. പിന്നെ രണ്ടുപേരും കൂടി ആൻറ്റിയെ കാണാൻ പോവും. അവർ പുതുതായിട്ട് ചെയ്യാൻ പോണ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തും. അതിൽ ബിൽഡിങ്ങിൻ്റെ പണിയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. അത് അവരെപ്പം എങ്ങനെ പരിഹരിക്കാമെന്നൊക്കെ നോക്കും. അവർക്കൊരു വഴിയേ കിട്ടില്ല. പിന്നീട് നീയും ലിന്നും അങ്കിളും ആൻറ്റിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. അവരിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നീ ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു വഴി കണ്ടുപിടിച്ച് എല്ലാവരുടെ അടുത്തും പറയാം. അപ്പോൾ എല്ലാവർക്കും അത് ഓക്കെ ആവും ചെയ്യും. അങ്ങനെ അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. വീക്കെൻഡ് അല്ലേ വരുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് ഹീറോയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഡേറ്റിന് പോകാമെന്നൊക്കെ പറയുമ്പോൾ ഹീറോയിൻ തന്നെ പറയും നമുക്ക് ബുക്സൊക്കെ വായിച്ചിരിക്കാമെന്ന്. അങ്ങനെ സാറ്റർഡേ ആവും. ഹീറോയിൻ ആണെങ്കിൽ ബുക്ക് വായിച്ച് ബോറടിച്ചിട്ടുണ്ടാവും. ഹീറോ ആണെങ്കിൽ വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരിക്കും. അപ്പോൾ നീ എത്ര നേരമായി ബുക്ക് വായിക്കണം, എനിക്ക് ബോറടിക്കണമെന്ന് പറയും. അപ്പോൾ നീ അല്ലേ ഈ ഐഡിയ തന്നെ, ഞാൻ പുറത്തു പോകാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ഇത്ര നേരം ഇരുന്ന് ബുക്ക് വായിക്കേണ്ടി വരുന്നു ഞാൻ വിചാരിച്ചു എന്ന് പറയും. എന്നിട്ട് അവൻ വായിക്കണ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ബോധം പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ബോധം കെട്ട് കിടക്കും. അപ്പോൾ ഈ പേഷ്യൻറ്റിനെ ചികിത്സിക്കാൻ എൻ്റെ അടുത്ത് മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് അവൾക്കൊരു കിസ് കൊടുക്കും. നീ അപ്പോൾ അവൻ്റെ അടുത്ത് നിങ്ങളുടെ പേഷ്യൻസിനൊക്കെ എങ്ങനെയാണ് ചികിത്സിക്കുക, ഇതെന്ത് മരുന്നാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇത് ഒരു റിസർച്ചാണെന്ന്. അപ്പോൾ ഞാൻ എന്താ റിസർച്ചിനുള്ള ഒബ്ജക്റ്റാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയും ഒബ്ജക്റ്റ് അല്ല, എൻ്റെ റിസർച്ച് പാർട്ട്ണറാണെന്ന് പറയും. ഇനി ഒരു വട്ടമല്ല കുറേ വട്ടം ടെസ്റ്റ് ചെയ്ത് നോക്കാണ്ടെന്നും പറഞ്ഞ് അവൻ വീണ്ടും അവളെ കിസ് ചെയ്യും. പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ രണ്ടുപേരും സോഫയുടെ രണ്ടറ്റത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ലീൻ്റെ അടുത്തേക്ക് വരാൻ നോക്കുമ്പോൾ നീ പറയും ഇന്നത്തെ റിസർച്ച് അത്രയേ ഉള്ളൂ, ഇനി ഇല്ലയെന്ന്. പിന്നീട് നീയും ലിന്നും കൂടി കമ്പനീനെ കുറിച്ച് സംസാരിക്കും. എത്ര പൊട്ടപ്പേരാ ഈ ഷാങ്വാങ് എന്നുള്ളത്, അതൊന്നും മാറ്റിക്കൂടെ എന്ന് നീ പറയും. എന്നിട്ട് നീ തന്നെ ഒരു പേര് കണ്ടുപിടിക്കും. ഗ്വാങ്യു എന്നായിരിക്കും ആ പേര്. നിഗ്വാങ്ങിലെ ഗ്വാങ്ങും ലിൻയൂഷനിലെ യുവും കൂട്ടിയിട്ടായിരിക്കും അവൾ ആ പേരിട്ടിട്ടുണ്ടാവുക. അപ്പോൾ ലിന്നാണെങ്കിൽ നിൻ്റെ പേരിടലൊക്കെ കൊള്ളാലോ എന്ന് പറയും. ആ സമയത്താണ് നീ അവളുടെ മുത്തശ്ശി വിളിക്കുക. അവളുടെ മുത്തശ്ശന് നല്ല തലവേദനയാണെന്നും ആശുപത്രി പോകാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല എന്നും പറയും. അപ്പോൾ നീ ആണെങ്കിൽ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് എന്നാൽ നാളെ അവിടേക്ക് വരാം, നാളെ സൺഡേ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി ഞാൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് പറയും. അതൊന്നും വേണ്ട, ഞങ്ങൾ മുത്തശ്ശൻ്റെ തലവേദനയ്ക്ക് ഡോക്ടറെ കാണിക്കാനല്ലേ വരണമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും അല്ല നീ ബോയ് ഫ്രണ്ടിനെ കൂട്ടിയിട്ടല്ലേ വരുന്നത്, അപ്പോൾ ഞാനെല്ലാം സെറ്റാക്കാമെന്ന്. നീ എന്നിട്ട് ലിന്നിൻ്റെ അടുത്ത് പറയും മുത്തശ്ശൻ എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല എന്ന്. അപ്പോൾ ലിൻ പറയും നിൻ്റെ മുത്തശ്ശൻ ഹോസ്പിറ്റലിലേക്കല്ലേ പോകാത്തുള്ളൂ, നിൻ്റെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഒരു ഡോക്ടറെ കൊണ്ടായിക്കൂടെ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അടുത്ത ദിവസം മുത്തശ്ശൻ്റെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യും. മുത്തശ്ശിയാണെങ്കിൽ രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ അവരും വെയിറ്റ് ചെയ്ത് വീടിൻ്റെ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും. മുത്തശ്ശൻ ഇത്ര നേരത്തെ എന്തിനാ നീ വന്ന് നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ രാവിലെ 7 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതല്ലേ എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയും ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരുന്നൊന്നല്ല, ഞാൻ കുറച്ച് വെയിൽ കൊള്ളാൻ വേണ്ടി ഇരുന്നതല്ലേ എന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവരെത്തിയിട്ടുണ്ടാവും. മുത്തശ്ശനും വേഗം നീയെ വന്ന് ഹഗ് ചെയ്യും. എന്നിട്ട് അവർ ലിന്നിൻ്റെ അടുത്ത് സംസാരിക്കും. ലിന്നിനെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നീയുടെ മുത്തശ്ശന് തല കറക്കം വരും. അപ്പോൾ ലിൻ വേഗം പോയി പിടിക്കും. എന്നിട്ട് എന്താ പ്രശ്നം, കഴുത്തിന് വേദനയാണോ എന്നൊക്കെ ലിൻ ചോദിക്കും. അപ്പോൾ അതേന്ന് പറയുമ്പോൾ എന്നാൽ ഞാനൊരു ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലിൻ മുത്തശ്ശനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ മുത്തശ്ശൻ്റെ വേദനയൊക്കെ ലിൻ മാറ്റി കൊടുക്കും. എന്നിട്ട് വല്ല സ്കാനിങ് റിപ്പോർട്ടുണ്ടോ അത് പരിശോധിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാമെന്നൊക്കെ പറയും. അങ്ങനെ മുത്തശ്ശി അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ എടുത്ത് കൊടുക്കും. അത് പരിശോധിച്ചിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ട് അതൊക്കെ ലിൻ മുത്തശ്ശിക്കും നീക്കും പറഞ്ഞു കൊടുക്കും. അവരെല്ലാവരും അപ്പോൾ നല്ല ഇമ്പ്രസ് ആവും. നീ അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് മുത്തശ്ശി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ഫുഡ് എവിടെ, ഞങ്ങളത് കഴിക്കാൻ കൂടി വന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശി വേഗം ഫുഡ് ഉണ്ടാക്കാൻ പോവും. നീയും ലിന്നും ആയിരിക്കും അടുപ്പ് കത്തിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നീ ലിന്നിന് എങ്ങനെ അടുപ്പ് കത്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ആദ്യം എന്തെങ്കിലും കനലില്ലാത്ത സാധനം വെക്കണം, പിന്നെ കനലുള്ള വിറക് വെക്കണം, പിന്നെ നല്ല കനലുള്ള വിറക് വെക്കണം, അങ്ങനെയാണ് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നീ ലിന്നിൻ്റെ ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് അത് ലിന്നിൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. നിങ്ങളുടെ മകനെ ഇവിടെ നിന്ന് രക്ഷിക്കണമെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് മേടിച്ച് തരണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൾ ആ മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ചോക്ലേറ്റോ വലുതെന്തെങ്കിലും ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ലിൻ അവളുടെ അടുത്ത് പറയാം. ലിൻ എന്നിട്ട് നീയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ കവളൊക്കെ ചോന്നിട്ടുണ്ടാവും. അപ്പോൾ അവളുടെ കവളത്തൊരു കിസ് കൊടുക്കും. അപ്പോൾ അവളെ മുത്തശ്ശനെങ്ങാനും കാണുമെന്ന് പറയും. അപ്പോൾ അവൻ ചൂടുകൊണ്ടായിരിക്കും നിൻ്റെ കവളൊക്കെ ചോന്നിരിക്കുന്നു എന്ന് പറയും. നിൻ്റെയും ചോന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ കൈയെടുത്ത് അവൻ്റെ കവളത്ത് വയ്ക്കുന്നുണ്ടാവും.
അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് വരുമ്പോൾ രണ്ടുപേരും മുഖത്ത് കരിയായിരിക്കും. അപ്പോൾ മുത്തശ്ശി അവരെ കളിയാക്കും. അവർക്കും ചിരി വരും. അവരെന്നിട്ട് പരസ്പരം തുടച്ചു കൊടുക്കും. പിന്നീട് അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കും. ലിന്നിന് മുത്തശ്ശിയുടെ ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മുത്തശ്ശി വെച്ച സൂപ്പൊക്കെ കുടിച്ച് അവൻ നന്നായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശിക്ക് ഒരു കോൾ വരിക. അത് മുത്തശ്ശിയുടെ ഫ്രണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നീയുടെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ടെന്നും മുത്തശ്ശൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെന്നും മുത്തശ്ശി ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ആ ഫ്രണ്ട് ഞാൻ എന്നാൽ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ലിന്നിനെ കാണാൻ വരുമ്പോൾ ആ പഞ്ചായത്തിലെ എല്ലാ ആളുകളെയും വിളിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ലിന്നും വേറെ വഴിയൊന്നുമില്ലാതെ അവരെല്ലാവരെയും ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരാൾ വിളിക്കുക. അപ്പോൾ മുത്തശ്ശി വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ അവിടെ എന്തോ പ്രശ്നം നടക്കണ പോലെ എല്ലാവരും ഒരു സൗണ്ട് കേട്ട് പുറത്തേക്ക് പോവും. പുറത്താണെങ്കിൽ കുറേ ആളുകളുണ്ടാവും. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവുക. മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ മകനൊന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവരൊരു പേപ്പർ എടുത്ത് നീയുടെ കയ്യിൽ കൊടുക്കും. നീ അത് വായിച്ച് നോക്കുമ്പോൾ നീയുടെ അച്ഛൻ അതിൽ ജാമ്യം നിന്നിട്ടേ ഉണ്ടാവുള്ളൂ. പൈസ മേടിച്ചത് ചിയാങ് എന്ന് പറയുന്ന ഒരാളായിരിക്കും. എൻ്റെ അച്ഛൻ ജാമ്യം നിന്നിട്ടല്ലേ ഉള്ളൂ, ഇത് ചിയാങ് എന്ന് പറയുന്ന ആൾ മേടിച്ച പൈസ അല്ലേ എന്ന് നീ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ചിയാങ്ങിൻ്റെ മകളുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ നിൻ്റെ അച്ഛൻ താമസിക്കണമെന്ന് അവിടെയുള്ള ആളുകൾ പറയും. അപ്പോൾ നിൻ്റെ അച്ഛൻ തന്നെ വേണം പൈസ തരാൻ. ചിയാങ് ഈ പൈസയൊക്കെ മേടിച്ചിട്ട് എവിടേക്കോ ഓടിപ്പോയി എന്നും പറയും. ഇവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവിടെയുള്ള ഒരാൾ കരയണുണ്ടാവും. എൻ്റെ കയ്യിലത്തെ എല്ലാ പൈസയും മേടിച്ചിട്ടാണ് ഇവൻ ഓടിപ്പോയതെന്നും പറഞ്ഞിട്ട്. നീയുടെ മുത്തശ്ശനാണെങ്കിൽ ഈ സമയത്ത് തലചുറ്റലും വന്നിട്ടുണ്ടാവും. അപ്പോൾ നീ വേഗം നീയുടെ അച്ഛനെ കോൾ ചെയ്യും. എന്നിട്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയും. അയാൾ ഒരു മീറ്റിങ്ങിലായിരിക്കും ഉള്ളത്. ആ സമയത്താണ് നീ കോൾ ചെയ്യുക. ആ പൈസ മേടിക്കാൻ വന്നവർ നീയെ കൂടുതലായിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ ലീൻ മുന്നിൽ കയറി നിന്നിട്ട് നിങ്ങൾ ഇനി ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നു പറയും. നിങ്ങൾ ഗേറ്റിന് പുറത്ത് പോയി നിൽക്കാൻ പറയും. അങ്ങനെ എല്ലാവരെയും ഗേറ്റിന് പുറത്താക്കും. അവരൊക്കെ പോയതിന് ശേഷം അവിടെ ചികിത്സിക്കാൻ വന്നവരൊക്കെ പറയുണ്ടാവും ആ ചിയാങ് ഒരു കള്ളനാണെന്നൊക്കെ. ലിന്നിന് അവിടുത്തെ സിറ്റുവേഷനൊക്കെ മനസ്സിലാവും. പിന്നീട് എല്ലാവരും പോയതിന് ശേഷം ലിന്നിയും കുട്ടി വീടിനകത്തേക്ക് പോവും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും നീ പേടിക്കണ്ടെന്ന്. ആ ആളുകളാണെങ്കിൽ പുറത്ത് എങ്ങനെയെങ്കിലും ഇന്ന് പൈസ മേടിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവും. അവർ പുതിയ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടാവും. നീയെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ലിൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്യും. അപ്പോൾ അവൾ വിഷമമൊന്നുമില്ല. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.